എന്തിനാ ഈ ആൾക്കാർ മുഴുവൻ ക്യൂ നിൽക്കുന്നേ? എന്തിനാണെന്നറിയണല്ലേ? എന്തായാലും ഈ ക്യൂവിൻ്റെ പുറകിൽ നമുക്കും കൂടി പോയി നിൽക്കാമല്ലേ? സത്യത്തിൽ ഇതൊരു ബിവറേജിൻ്റെ ക്യൂ പോലെയില്ലേ? അങ്ങനെ മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, ബിവറേജിൻ്റെ ക്യൂ ആണല്ലോ നമ്മൾ ഇത്രയധികം കാണുന്നത്. എന്നാൽ പിന്നെ നമുക്കും കൂടി ആ ക്യൂവിൽ പോയി നിൽക്കാമല്ലേ? അങ്ങനെ ഞങ്ങളും ക്ഷമയോടുകൂടി ആ ക്യൂവിൽ നിൽപ്പുണ്ട് കേട്ടോ. നിന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വട്ട് പിടിച്ചിട്ടോ. എന്നാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. എന്തായാലും ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഞെട്ടിയ പോലെ ഇതെന്തിനുള്ള ക്യൂ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളും ഞെട്ടോ കേട്ടോ. എന്തായാലും നിന്ന് ഏകദേശം ഒരു 1-2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അറ്റ്ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്തിനാ ക്യൂ നിന്നേന്ന്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്യൂ നിന്ന് പടക്കവും കമ്പിത്തിരിയൊക്കെ വാങ്ങുന്നത് കാണുന്നത്. ഇത് ഇരിഞ്ഞാലക്കുടയിലുള്ള ചാമ്പ്യൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അയ്യോ, ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പോട്ടോ, ഒരു ഗോഡൗൺ എന്ന് തന്നെ പറയണേ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ബാസ്ക്കറ്റൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യില്ലേ, അതുപോലെയാണ് കേട്ടോ ഇവിടെ ആളുകൾ ബാസ്ക്കറ്റൊക്കെ എടുത്ത് എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നത്. അതിൽ വേറെ കാര്യമുണ്ട് കേട്ടോ, അത്രയും വിലക്കുറവാണ്. എന്നാൽ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയണ്ടല്ലേ, നമ്മുടെ പർച്ചേസിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഏരിയ എനിക്ക് എത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം എനിക്കറിയത്തില്ല, ഇതൊക്കെ പൊട്ടിച്ച് നോക്കി എന്താണെന്ന് കാണുമ്പോഴാട്ടോ ഞാൻ എക്സൈറ്റഡ് ആവാം. അപ്പോൾ മാത്രമേ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ഈ ക്രാക്കേഴ്സിലൊക്കെ ഇത്രയധികം ക്രേസ് ഉള്ള ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാട്ടോ ഞാൻ നേരിട്ട് കാണുന്നത്. അത്രയധികം ആൾക്കാർ ബണ്ടിലായിട്ടാട്ടോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നേ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇത്രയധികം തിരക്ക് വരാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വിഷു അല്ലേ വരുന്നത്. വിഷു പ്രമാണിച്ചാണ് കേട്ടോ ഇവിടെ ഇത്രയധികം തിരക്ക്. പക്ഷേ നോർമൽ ഡേയ്സ് ആണെങ്കിലും സാധനങ്ങൾക്കൊക്കെ ഇത്ര തന്നെയാട്ടോ റേറ്റ്. അങ്ങനെ നമ്മുടെ ചേട്ടൻ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി ബില്ലടിക്കാം കേട്ടോ. ബില്ലടിക്കാനും ഒരു നേരം ആൾക്കാരാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ ബില്ലടിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം നേരെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങളുണ്ടെങ്കിലും കീശ കയറുന്ന രീതിയിലുള്ള പേയ്മെൻറ്റോ നമ്മളവിടെ നടത്തിയിട്ടില്ല കേട്ടോ. അത് പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ നമ്മുടെ ക്യൂ കാണുമ്പോഴേ നമുക്കറിയാലോ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ വരുന്നത് വരെ ക്രാക്കേഴ്സിന് നമ്മുടെ ആഘോഷങ്ങളിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ ഒരാളെൻ്റെ കെട്ടിയവനാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയണമല്ലോ. അപ്പോൾ അതിൻ്റേതായ സന്തോഷം ആ മനുഷ്യൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അതേ കണ്ടില്ല ഇത്രയധികം സാധനങ്ങളെപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൊണ്ടുപോയി വിഷുവിന് പൊട്ടിക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.